ഞാൻ CMS കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കോട്ടയത്ത് രാവിലെ വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളതായ ബസ്സിൻ്റെ കൂലി തരും. ആ കൂട്ടത്തിൽ ചിലപ്പോൾ 10 പൈസയാണ് അന്ന് വണ്ടിക്ക് കൊടുക്കേണ്ടത്. ദൂരമാകുമ്പം കോട്ടയത്ത് അന്ന് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് 30 പൈസയായിരുന്നു. അപ്പോൾ അത് തരുമ്പോൾ 60 70 ഒക്കെ പൈസ കാണും. വണ്ടിയിലൊക്കെ കയറുമ്പോൾ ഈ യാചകർ വരുമ്പോൾ നമ്മൾ അന്നത്തെ കാലത്ത് കാലണ ഉണ്ട്, ഈ കിഴുത്തയുള്ള കാലണായി പിന്നെ അരയണയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ വരുന്ന സമയത്ത് പോക്കറ്റിൽ കൈയിട്ട് നോക്കും, കാലണ ഉണ്ടോ എന്ന്. അതിൽ കുറഞ്ഞാണ് ഇല്ല. അതുകൊണ്ട് കാലണ ഉണ്ടെങ്കിൽ അന്ന് ഞാൻ ആ കാലണ എടുത്ത് കൊടുക്കും. കാരണം കാലണ കൊണ്ട് വണ്ടിയെ കയറാൻ ഒക്കത്തില്ല. ആ കാലണ എടുത്ത് കൊടുക്കും. കാലണ ഇല്ലെങ്കിൽ ഞാൻ പറയും എൻ്റെ കയ്യിലില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതാണിപ്പം നമ്മൾ ചെയ്യുന്ന സാമൂഹിക സേവനം. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന സാമൂഹിക സേവനമെന്ന് പറയുന്നത് നമ്മുടെ കൊയിനോണിയ എന്ന് പറയുന്ന ഇതാണ്. ഈ കൊയിനോണിയയ്ക്ക് അപ്പുറമുള്ള ഒരു കൊയിനോണിയെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. There is a challenge for Christianity to observe koinonia or fellowship. കൂട്ടായ്മ ആചരിക്കാനുള്ള ഒരു ചലഞ്ച് എപ്പോഴും ക്രിസ്ത്യാനികൾക്ക് കിടക്കുകയാണ്. ആ ചലഞ്ച് ശരിയായിട്ട് എല്ലാ ക്രിസ്ത്യാനികളും ആചരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രയാസവുമില്ല. ഈ ലോകം മുഴുവൻ അങ്ങ് നന്നാവും, ലോകം മുഴുവൻ ശരിയാവും.